കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. അവൈലബിൾ നൗ ഓൺലി ഇൻ UK, ന്യൂസിലാൻഡ് ആൻഡ് സിംഗപ്പൂർ. വെൽക്കം ബാക്ക് ഫ്രം അമേരിക്ക. ഞാനിങ്ങുള്ളത് ന്യൂയോർക്ക് നഗരത്തിലാണ്. ന്യൂയോർക്ക് നമ്മൾ കുറേ കണ്ടതല്ലേ, ന്യൂയോർക്ക് നഗരമെല്ലാം നമ്മൾ കണ്ട് എക്സ്പ്ലോർ ചെയ്തല്ലേ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്ന് ഒരു ട്രെയിനിൽ കയറിയിട്ട് നമ്മളങ്ങനെ അമേരിക്കയിലെ ആദ്യത്തെ ട്രെയിൻ യാത്ര നടത്താൻ പോവാണ്. നമുക്ക് അമേരിക്കയിലെ ട്രെയിനൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ, ഇവരുടെ ട്രെയിനൊക്കെ നല്ലതാണെന്ന് നോക്കണ്ടേ. ശരിക്കുള്ള ട്രെയിൻ നമ്മുടെ നാട്ടിലെ പോലെ വലിയ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ. അപ്പോൾ ഇവരുടെ ട്രെയിനിൽ കയറിയിട്ട് നമ്മളിവിടെ നിന്ന് ഫിലി എന്ന് ഇവർ ചുരുക്കി പറയുന്ന ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഫിലാഡൽഫിയ എന്ന് പറയുന്നത് വാഷിങ്ടൺ DC അടുത്തുള്ള സ്ഥലമാണ് ഫിലാഡൽഫിയ. ഞാൻ ഫിലാഡൽഫിയ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ സിനിമ ടോം ഹാങ്ക്സിൻ്റെ പടമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. സോ ഫിലാഡൽഫിയ നഗരത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സ്വാഗതം. പുള്ളിക്കാരിയുടെ എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, ഐ ആം സോറി, വാട്ട് ഈസ് ദിസ്? വാട്ട് ഹാപ്പൻഡ് ടു യു? Yeah, a dermatologist stole my food stamps. Okay. Yeah, I'm a domestic violence victim forced into prostitution. I went to police, trying to get help, human trafficking. Oh, you are And trying to cops- help. Okay. Yeah, cops are trying to traffic. Okay, all the best. Yeah. അവർ എന്തോ പ്രൊട്ടസ്റ്റ് ചെയ്യണം. അവരെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല കേസ്. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അവരിങ്ങനെ ഈ ഒരു പോസ്റ്ററൊക്കെ പിടിച്ച് റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ നല്ലൊരു കിഡിലൻ ഫേമസ് പിസ്സ ഉണ്ട്. ആ പിസ്സ കഴിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾക്കൊരു കാര്യം പിസ്സ കഴിക്കുക എന്നുള്ളതാണ്. സോ അത് കഴിക്കണം. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ പെൻ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, പെൻ സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമുക്ക് ഫിലഡൽഫിയക്കുള്ള ട്രെയിനൊക്കെ വരുന്നത്. ആക്ച്വലി ഞാൻ ട്രെയിൻ വന്ന് ഇറങ്ങേണ്ടിയിരുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിനകത്തായിരുന്നു. ഞാൻ വേറെ ഏതോ എക്സിറ്റിലൂടെ ഇറങ്ങിയോണ്ടാണ് ഞാൻ അങ്ങനെ വന്നത്. ഇതാണ് ശരിക്കും പെൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. മാഡിസൺ സ്ക്വയർ ഗാർഡൻ, പിന്നെ പെൻ സ്റ്റേഷൻ്റെ എക്സിറ്റൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ താഴെയാണ്. ആണോ പെൻസിൽവാനിയ സ്റ്റേഷൻ എന്ന് പറഞ്ഞ കണ്ടോ, അതാണ് പെൻ സ്റ്റേഷൻ. പിന്നെ ഇവിടെ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇതാണ് മൊയ്നിഹാൻ ട്രെയിൻ ഹാൾ. ഇവിടെ നിന്നാണ് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ, ആംട്രാക്കിൻ്റെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ പുറപ്പെടുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് ട്രെയിൻ കയറേണ്ടത്. പേര് മൊയ്നിഹാൻ ട്രെയിൻ ഹാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേര് കാണുമ്പോഴത്തേക്കിനും എന്താണ് മൊയ്നുഹാൻ, മൊയ്നുദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. മൊയ്നിഹാൻ എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിലാലോചിക്കുക. ഞാനും അത് തന്നെയാണ് ആദ്യം മനസ്സിലാലോചിച്ചത്, മൊയ്നിഹാൻ എന്താണെന്ന്. ഈ കാണുന്ന പെൻസിൽവാനിയ സ്റ്റേഷൻ്റെ എക്സ്പാൻഷനായിട്ടാണ് ഈ ട്രെയിൻ സ്റ്റേഷൻ നിർമ്മിച്ചത്. അപ്പോൾ ഈ ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ എന്ന് പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ്റെ പേരിലാണ് ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. ഒരു രാഷ്ട്രീയക്കാരനാണ്, മനസ്സിലായില്ലേ? നമ്മളവിടെ MGR രാമചന്ദ്രൻ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എംപൗഡ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ മൊയ്നിഹാൻ എന്ന് പറഞ്ഞിട്ട് ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ റെയിൽവേ സ്റ്റേഷൻ അത്രേ ഉള്ളൂ. അതാണ് സംഭവം. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അയാളൊരു ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേര് ഒരു മെമ്മോറിയലായിട്ട് ഒരു സ്മരണ എന്നൊരു രീതിയിൽ ഈ ട്രെയിൻ സ്റ്റേഷന് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു പിസ്സ ഷോപ്പുണ്ട്, ഒരു ഫേമസ് പിസ്സ ഷോപ്പ്. നമ്മളന്ന് സഞ്ജയ് ആൻഡ്രിയയുടെ അവിടെ നമ്മളിവിടെ വന്ന് പിസ്സ കഴിച്ചായിരുന്നു. അവിടെ പോയി ഒരു പിസ്സ കഴിച്ചിട്ട് നമുക്ക് പോകാം. സമയം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കുറേ ആൾക്കാരുടെ കമൻറ്റ് കാണുന്നുണ്ട്, ഞാൻ നിൽക്കിട്ടില്ല, എന്താ പ്രശ്നം? ഞാൻ നിൽക്കിട്ടാണ് നടക്കുന്നത്. ഈ ചൂടത്ത് ഞാൻ എൻ്റെ പാൻറ്റും ജീൻസും എടുത്തിട്ട് നടക്കണോ? എനിക്കറിയത്തില്ല. ഞാൻ നിക്കറിടുന്നത് കുറേ ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക. ഇവിടെ നിക്കർ തന്നെ മാന്യമായിട്ടുള്ള വസ്ത്രമല്ലേ? എനിക്കറിയില്ല എന്താ പ്രശ്നം. നിക്കറിന് എന്താ പ്രശ്നം? മുണ്ടെടുത്തും മടക്കി കെട്ടി എല്ലാം കാണിച്ച് നടക്കാം, ഒരു പ്രശ്നമില്ല. നിക്കറിട്ടാൽ എല്ലാം കാണിക്കുന്നൊന്നുമില്ലല്ലോ. ശരി, തുടയല്ലേ കാണുന്നുള്ളൂ. പക്ഷെ മുണ്ടെടുത്ത് അങ്ങനെയാണോ? പൊക്കി കാണിക്കുക അല്ലെ പൊക്കി കാണാതെ എന്തൊക്കെ പരിപാടികളാണ് മുണ്ടെടുത്ത് കഴിഞ്ഞാൽ? അതിന് പ്രശ്നമൊന്നുമില്ല. നിക്കറിട്ടാ പ്രശ്നം. എനിക്കറിയത്തില്ല എന്നാ പ്രശ്നം. ഇപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി ആളുകളൊക്കെ എങ്ങനെ ട്രാവൽ ചെയ്യുന്നതെന്ന് കാണുക. ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ കോട്ട് സൂട്ട് ഇട്ടിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അത് ബിസിനസ് യാത്രകൾ ചെയ്യുമ്പോഴെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിക്കറിട്ട് ബിസിനസ് ക്ലാസ്സിൽ കയറിയതിന് പ്രശ്നം. ചേട്ടാ, നമ്മുടെ കംഫർട്ടാണ്. ബിസിനസ് ക്ലാസ്സിൽ കയറുന്നതിന് അവർ കോട്ട് സൂട്ട് ഇട്ട് പറഞ്ഞൊന്നും ഒരു നിർബന്ധവും ആരും പറയുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ പോലും നമ്മൾ എങ്ങനെ പോകുന്നോ അതേപോലെ ഉള്ളൂ. അല്ലാതെ ഒരു റിട്ടേൺ റൂളും എവിടെ ഇല്ല. പിന്നെ കുറച്ച് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് പോകാമെന്ന് പറയുന്ന എല്ലാവരും. മാന്യമായിട്ടെന്ന് പറയുമ്പോഴത്തേക്കിനും നിക്കറിടുന്നതിനകത്ത് മാന്യത ഒരു കുറവുമില്ല. നല്ല നിക്കർ ഉടുപ്പിട്ടാൽ മതി. അല്ലാതെ ആരും ബോക്സസ് ഇട്ടിട്ടല്ലോ അല്ലല്ലോ പോകുന്നത്. അല്ലെ ബോക്സസിന് എന്താ മാന്യത കുറവുണ്ടോ? ഒന്നിനും ഒരു മാന്യത കുറവില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ കംഫർട്ട് വെൻ യു ട്രാവൽ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എന്താണോ കംഫർട്ട് അതാണ് വലിയ കാര്യം. അല്ലാതെ വേറെ ആരും കാണിച്ചിട്ട് ഒന്നും നേടാനില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ആ ട്രെയിൻ സ്റ്റേഷൻ്റെ മുമ്പിൽ ഇവിടെ ധാരാളം തട്ടുകടകളുണ്ട് കേസ്. ഇതൊക്കെയാണ് ഇവിടെ അമേരിക്കൻ തട്ടുകടകൾ എന്ന് പറയുന്നത്. കൂടുതലും ഇത്തരത്തിലുള്ള ഹലാൽ ഫുഡ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കൂടുതലും. ഇത് മിക്കതും ഈ പറഞ്ഞ പോലെ ഒരാളുകളുടെയൊക്കെ ആയിരിക്കണം, എനിക്കറിയത്തില്ല. പിന്നെ അമേരിക്കൻ ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. ഇതിവിടുത്തെ മറ്റേ ഫ്ലിക്സ് ബസ്സിൻ്റെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്.
ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ നിന്നാണ് വാഷിങ്ടൺ DC ബസ്സിൽ കയറിപ്പോയത്. ആഹാ തട്ടട കണ്ടില്ലേ എനിക്ക്. ഓ മോനെ, ഫലാഫൽ സാൻഡ്വിച്ച്, ഹോട്ട് ഡോഗ്, അങ്ങനെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല തോന്നുന്നു, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പുറത്താണ് നമ്മുടെ പിസ്സ ഷോപ്പ്. ഇവിടെ 2-3 പിസ്സ ഷോപ്പുകളുണ്ട്. സോ വി ഗോ ടു ദ ഫേമസ് പിസ്സ ഷോപ്പ്. ഇതാണ് ആ കട. ഇത് NY പിസ്സ സുപ്രീം എന്ന് പറഞ്ഞ കടയാണ്. NY പിസ്സ സുപ്രീം. സോ ഇവിടെ നിന്ന് കഴിക്കാം. നല്ല കിട്ടിലും പിസ്സയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യാം, കഴിക്കാം. അതാണ് അതിൻ്റെ പരിപാടി. ഇതിവിടെ ആൾക്കാരൊക്കെ താങ്ക് യു പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതുണ്ടോ? എന്തിനാണ് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ താങ്ക് യു പറയുന്നത്? അതുപോലെ ഞാൻ വേറെ പ്രശ്നമുണ്ട്. ഞാൻ താങ്ക് യു പറയുന്നതിന് കുറേ ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. ഞാൻ താങ്ക് യു പറയുന്നത് ഭയങ്കര കൂടുതലാണ് എല്ലാവരുടെയും പ്രശ്നം. താങ്ക് യു ഇഷ്ടംപോലെ പറയും കൈസ്, അത് അങ്ങനെയാണ്. ഇവിടെ കുറേ പിസ്സ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ. എല്ലാം ഒരു $7, $7.5, $6 ആ റേഞ്ചിലാണ്. ഒരു ലോഡ് പിസ്സ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. നമുക്ക് വേണ്ടത് എടുക്കാം, അന്നേരം അവർ ചൂടാക്കി തരും. താങ്ക് യു. $18 രണ്ട് പിസ്സ. കൊക്കോളയാ $18, $2 ഒരു വലിയ കോക്കും. താങ്ക് യു. എൻ്റെ പൊന്നോ, ഇതൊരു ലോഡുണ്ട് ഗൈസ്. ഇത് ഞാൻ കഴിച്ചു തീർക്കാൻ പറ്റുമോ എനിക്കറിയില്ല. എന്തായാലും ലെറ്റ്സ് ഗിവ് എ ട്രൈ. നമുക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് സീസണിങ് ഇടാം. സീസണിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സീസണിങ് ഇട്ട് കഴിയുമ്പോൾ പിസ്സ വേറെ ലെവലാവും. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് കിട്ടില്ലെന്നായിരിക്കും കേട്ടോ. സോ ഗൈസ്, അങ്ങനെ ന്യൂയോർക്ക് പിസ്സ. ഇത് ബഫല്ലോ സോസിൻ്റെ പിസ്സയാണ്. ഇതെങ്ങനെ കഴിക്കുക? 2 കൈ കൊണ്ട് കഴിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഈ ബഫല്ലോ സോസ് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നയാഗ്ര ഫോൾസ് ആ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് ബഫല്ലോ സോസ് എന്ന് പറയുന്നത്. അവിടെ ബഫല്ലോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. സോ ഇതിങ്ങനെ എൻ്റെ പൊന്നും. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മുടെ പിസ്സ ഹട്ടും ഡോമിനോസിലെ പിസ്സയൊക്കെ അത് വേറെ തന്നെ ടേസ്റ്റാണ്. ഇത് വേറെ ലെവൽ. പക്ഷേ ഇവിടെ ഇറ്റലിയിൽ പോലും ഇത്ര നല്ല പിസ്സ ഞാൻ കഴിച്ചിട്ടില്ല. അടിപൊളി പോയാണ്. ഇവിടുന്ന് ആരും ഫോർക്കും സ്പൂണൊന്നും വെച്ചിട്ട് പിസ്സ കഴിക്കത്തില്ല. എല്ലാവരും കൈ കൊണ്ടെടുത്ത് കഴിക്കത്തേ ഉള്ളൂ. ചില സ്ഥലത്ത് ഇങ്ങനെ കത്തിയും ഇതൊക്കെ വെച്ച് മുറിച്ച് കഴിക്കുന്ന നടക്കും. വേറൊരു കാര്യം, ഇപ്പം നമ്മൾ താങ്ക് യു പറയുന്നതിനെ കുറ്റം, പിന്നെ ഈ പറഞ്ഞ പോലെ നിക്കറിട്ടായിരിക്കാം പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളും പലരും പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യാത്ത കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും, മക്ഡൊണാൾഡ്സിലോ KFCയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ സാധനം കളയാനായിട്ടൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ എത്ര പേര് കൊണ്ട് കളയാറുണ്ട്? കളയാറുണ്ട്, കുറച്ച് പേരൊക്കെ കളയാറുണ്ട്. പക്ഷേ പല ആൾക്കാരും കഴിച്ചത് അതേപോലെ ആ ടേബിളൊക്കെ വൃത്തികേടാക്കി അവിടെ ഇട്ടിട്ട് പോകുന്നതാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇവിടെ ഒന്നും ആരും അങ്ങനെ ചെയ്യില്ല. യൂറോപ്പിലും UK യിലും ഇവിടെ US ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. എല്ലാവരും കഴിച്ചിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആ ടേബിൾ വരെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാൻ യു ഇമാജിൻ? നമ്മൾ പറയാം നമ്മുടെ ജോലി ഇല്ലാതെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരില്ലേ. പക്ഷെ അതങ്ങനെയല്ല, മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാം. അതുപോലെ എയർപോർട്ടിൽ സെക്യൂരിറ്റിയിൽ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മൾ ആ സാധനങ്ങൾ വെച്ച ബാഗ് എടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിടുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് മാനേഴ്സ്, കുറച്ച് ബേസിക് സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ യാത്രകളിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിതൊക്കെ കാണിക്കുമ്പോഴത്തേക്കിനും നമ്മളെ കുറ്റം പറയാതെ അറ്റ്ലീസ്റ്റ് അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കും. നാളെ മുതൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഒരു താങ്ക് യു പറയാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന ഒരാൾക്ക്, ഒരു വെയിറ്റർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു താങ്ക് യു പറയാൻ ശ്രമിക്കും. നല്ലത് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളണം. അതിനുവേണ്ടിയല്ലേ നമ്മളൊക്കെ ഇതൊക്കെ പറയുന്നത്. ഇല്ലേ എനിക്ക് പറയാനും കാണിക്കല്ലേ ഭ്രാന്താണ്? ഇല്ലല്ലോ. വേറെ ഉണ്ടൊരു കാര്യം, എനിക്ക് പറഞ്ഞ് മതിയാകുന്നില്ല. നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും ക്യൂ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളുമായിട്ട് ഒരല്പം ഡിസ്റ്റൻസ് ഇട്ടിട്ട് മുട്ടി ഉരുമ്മാതെ തൊടാതെ നിൽക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? അങ്ങനെ നിൽക്കാൻ പഠിക്കണം നമുക്ക്. അത് എവിടെയാണെങ്കിലും, എത്ര തിരക്കുള്ള സ്ഥലത്താണെങ്കിലും മറ്റൊരാളുമായിട്ട് ഒരു പേഴ്സണൽ സ്പേസ് ഇട്ടിട്ട് തൊടാതെ നിൽക്കാൻ പറ്റുമോ? അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. കാരണം ഇവിടെ എങ്ങനെയാണ് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പെട്ടിയൊക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ, എങ്ങനെയാണ്, എന്താണെന്ന് നമുക്കറിയില്ല. സോ അതൊന്ന് പോയി നോക്കണം എങ്ങനെ പരിപാടി എന്നുള്ളത്. സോ വി ഗോ. താങ്ക് യു, ബൈ ബൈ. ഓക്കെ, നമുക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ട്രെയിനുകൾക്ക് ആംട്രാക്ക് എന്നാണ് പറയുന്നത്. AMTRAK, ആംട്രാക്ക്. ഇപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ നോക്കട്ടെ.
ടിക്കറ്റിംഗ് ആൻഡ് ബാഗേജ് ചെക്ക് ഇൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതന്നെ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. ഇനി നമുക്കിവിടെ ബാഗ് വിമാനത്തിൽ കൊടുക്കുന്ന പോലെ എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ അറിയില്ല. പോയി നോക്കട്ടെ എന്താ പരിപാടി എന്നുള്ളത്. 9 forms here. പ്രിന്റ് ടിക്കറ്റ്. ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും ഇവിടെ മെഷീനിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട്. കൊള്ളാലോ. ഇവിടെ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന എന്തോ പരിപാടിയുണ്ട്. നമുക്ക് എങ്ങനെ പരിപാടി എന്ന് ചോദിച്ചു നോക്കാം. Let's see how it is. Do I need to submit this or I can carry it with me? I can carry, right? Okay, thank you. നമുക്കിത് ക്യാരി ചെയ്യാം, അല്ല ഇവിടെ കൊടുക്കണേ അവിടെ കൊടുക്കാം. 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ എത്തി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാഗ് കിട്ടുള്ളൂ. പക്ഷെ എന്തോ സ്റ്റേഷനാണ് ഇത്, നല്ല കിടില സെറ്റപ്പ്. പക്ഷെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 7 അയലത്ത് വരില്ല. ചൈനയുടെ റെയിൽവേ സ്റ്റേഷനുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സ്റ്റേഷനല്ലേ, അത് ഗംഭീര സെറ്റപ്പാണ്. ഇത് അതിൻ്റെ 7 അയലത്തൊന്നും വരില്ല. പക്ഷേ ഇത് പൊളിയാണ്. ഫുള്ള് പരസ്യങ്ങളൊക്കെ ആയിട്ട് മേളിലൊരു ക്ലോക്കൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ? എനിക്ക് രസമല്ലേ കേട്ടോ ക്ലോക്ക് തൂക്കിയിട്ടിരിക്കുന്നു. ഡാനിയൽ പാട്രിക്, ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ പേര് ഡാനിയൽ പാട്രിക് എന്നാണ്. ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ ട്രെയിൻ ഹാൾ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടെ ആംട്രാക്കിന് ബിസിനസ് ക്ലാസ് ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ലൗഞ്ചൊക്കെ ഉണ്ട്, അതിൽ നമുക്ക് കയറിയിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. നമ്മൾ സാധാരണ കോച്ചിലാണ് ട്രാവൽ ചെയ്യുന്നത്. നല്ല കിടിലൻ ട്രെയിൻ സ്റ്റേഷൻ, മേളിൽ നിന്ന് ഇങ്ങനെ വെളിച്ചമൊക്കെ കയറുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഭയങ്കര തണുപ്പ് വരുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ ഇത് ഹീറ്റിംഗ് സിസ്റ്റം വരും. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കാണാനേ. ഇവിടെ ലോഞ്ച് ഉണ്ട്, പിന്നെ $50 കൊടുക്കണം. റിലാക്സ് ആൻഡ് റീചാർജ്, $50 പെർ സിംഗിൾ വിസിറ്റ് പാസ്. ശരി, പിന്നെ പൈസ കൊടുക്കണം. റെയിൽവേ സ്റ്റേഷനിലെ ബാർ കണ്ടോ വിഷ്ണുയ്ക്ക്? ഐറിഷ് എക്സിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഐറിഷ് പബ്ബാണ് ഈ കാണുന്നത്. ഇവിടെ ഫുഡ് കോർട്ടും ബാക്കിയുള്ള സംഭവങ്ങളുണ്ട്. ഇതെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ്. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലാണെന്ന് ആലോചിക്കുകയെ ഫുള്ള് കിണ്ടായിരിക്കും എല്ലാവരും. അയ്യോ, ആൾക്കാരൊക്കെ ഇവിടെ മറ്റേ കൗണ്ടറിൽ നിപ്പിനടിക്കുന്ന പോലെ ഇങ്ങനെ അവിടെ ഇങ്ങനെ മദ്യമൊക്കെ കഴിച്ച് സൊറയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് നല്ല കിടില വൈബുള്ള ബാറ്, കിടില സെറ്റപ്പ് ഒക്കെ ഇവിടെ കോമൺ ആണ്. അതാണ് നമ്മുടെ നാട്ടിലെ പോലെ ചുമ്മാ റെയിൽവേ സ്റ്റേഷനിൽ കയറി പ്ലാറ്റ്ഫോമിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മുടെ ട്രെയിനിൻ്റെ സമയത്തിന് 10 മിനിറ്റ് മുമ്പ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ കാണിക്കും, ട്രാക്ക് നമ്പർ കാണിക്കും. അത് കാണിച്ച് കഴിയുമ്പോഴത്തേക്കിനും ടിക്കറ്റ് കാണിച്ചിട്ട് ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അകത്തേക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പരിപാടി നടക്കുകയില്ല. പല സ്ഥലത്തും അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു ദിവസം അങ്ങനെ ആവും. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും തിരക്കും അപകടങ്ങളും ബാക്കിയുള്ള അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തു, പ്ലാറ്റ്ഫോം നമ്പർ 6. ഇവർ ഈ അവസാന സമയത്ത് ഇതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അതെല്ലാവരും അങ്ങനെയാണ്, ചൈനയിലും അങ്ങനെയാണ്, എല്ലാ പരിപാടിയും അങ്ങനെയാണ്. ലാസ്റ്റ് സമയമാണ് ആളെ കയറ്റുള്ളൂ. ആൾക്കാർ പട്ടിക്കുട്ടിനെ കുറിച്ചുകൊണ്ട് പോകുന്നുണ്ടോ, രസമുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ നിന്ന് ഹാരിസ് ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ആംട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ നാഷണൽ റെയിൽ റോഡ് പാസഞ്ചർ കോർപ്പറേഷൻ, അതാണ് ആംട്രാക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഫോം, അമേരിക്കയുടെ നാഷണൽ റെയിൽ റോഡ് പാസഞ്ചർ കോർപ്പറേഷൻ. സീറ്റൊന്നും അലോട്ട് ചെയ്തിട്ടില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും കയറിയിരിക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ആൾക്കാർ എന്നിട്ടും ഒരു ഇടി കൂടുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാരണം എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട്. എവ്രി വൺ വിൽ ഗെറ്റ് എ സീറ്റ്. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അതുകൊണ്ടാണ് അത്തരത്തിൽ ആളുകൾ തിരക്കൊന്നുമില്ലാതെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനാണ് കീസ്റ്റോൺ 653 എന്ന് പറഞ്ഞ നമ്പർ ട്രെയിനാണ്. അമേരിക്കൻ ട്രെയിൻ, സീമെൻസിൻ്റെ ലോക്കോ ആണ്. സീമെൻസ് ആംട്രാക്ക്, ന്യൂയോർക്ക് പെൻ സ്റ്റേഷൻ. അയ്യേ, ഇതെന്ത് ട്രെയിനാ, ഒരു ഭംഗിയില്ല കാണാനായിട്ട്. അയ്യേ, കോച്ച് ക്ലാസ്. ഇതെന്തോ ട്രെയിനാണ് ഇത്, ഒരു ലുക്കില്ല കാണാൻ. ഇതൊക്കെ വെച്ചാൽ നമ്മുടെ ട്രെയിനൊക്കെ എന്തിനൊന്ന് ട്യൂബ് പോലെ ഉണ്ടല്ലോ ബേസിക്കലി കാണാനായിട്ട്, അല്ലേ? എന്തിനാണോ ആൾക്കാരൊക്കെ അകത്ത് കയറി സീറ്റ് പിടിച്ച് കഴിഞ്ഞു. ഇതെന്താണിത്, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറുന്നവരുണ്ടല്ലോ. വഴഞ്ചൻ ട്രെയിൻ കേട്ടോ. This is the normal coach, right? Coach class, right? Yeah. Thank you. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ സീറ്റ് ഉറപ്പിച്ചു. ഇത്തരത്തിലുള്ള 2x2 സീറ്റിംഗ് ലേഔട്ടിലാണ് ഈ ട്രെയിനുകളുള്ളത്. 2x2 സീറ്റിംഗ് ലേഔട്ട്. അതുകൊണ്ട് തന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല, മിഡിൽ സീറ്റ് പരിപാടികളൊന്നുമില്ല. ഇറ്റ്സ് 2x2 സീറ്റിംഗ് ലേഔട്ട്. ഇത് കോച്ച് ക്ലാസ് എന്നാണ് ഇതിന് പറയുന്നത്, കോച്ച് ക്ലാസ്. സോൾഡ് ഔട്ട് ആണ്, ഏത് സീറ്റ് വേണമെങ്കിൽ കയറി ഇരുന്നോ എന്നൊക്കെയാണ് പറയുന്നത് അനൗൺസ്മെന്റ്. സീറ്റ് ചാരുണ്ട്, അറിയത്തില്ല, ചാരുന്നൊന്നുമില്ല. ചാരിയിരിക്കാം. 2x2 സീറ്റ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വന്ദേ ഭാരതിന്റെ എക്സിക്യൂട്ടീവ് ക്ലാസ് പോലെയാണ്. പക്ഷേ ഇത് പഴഞ്ചൻ ട്രെയിനാണേ, ഇതിന് എത്ര സ്പീഡിൽ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ലുക്കില്ല കാണാൻ.
മനസ്സിലായില്ലേ? ഒരു വൃത്തിയില്ല, അവരൊക്കെ തുരുമ്പിച്ചിരിക്കുന്ന പോലെ കരുതി. നമ്മുടെ ചൈനയും ജപ്പാനും ഒക്കെ എന്നാ കിട്ടുന്ന ട്രെയിനാണ്. നമ്മുടെ ഇന്ത്യയിൽ മോശമൊന്നുമില്ല, വന്ദേ ഭാരത് അടിപൊളിയാണ്. ഈ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു $29 ഏകദേശം 1.5 മാസം മുമ്പ്. ഇന്ന് വെറുതെ ഇതേ ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കിയപ്പം $170 കാണിച്ചത് ഇന്ന് നോക്കിയപ്പോൾ. അപ്പം ലാസ്റ്റ് സമയം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും റേറ്റ് കൂടും, നേരത്തെ ബുക്ക് ചെയ്താൽ റേറ്റ് കുറയും. അതാണ് സംഭവം, മനസ്സിലായത്? ട്രെയിനിൽ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. വൈഫൈ കണക്ട് ചെയ്തു. വെൽക്കം ടു എംട്രാക്ക് വൈഫൈ എന്നൊക്കെ പറഞ്ഞ വൈഫൈ കാണാം. ആടി ആടി പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. കറക്റ്റ് 5:10 കിട്ടും. ആടി ആടി എഴുന്നഴിഞ്ഞ് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അങ്ങനെ ട്രെയിൻ വിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞോടുകൂടി നമ്മൾ പുറം ലോകം കണ്ടു ഗൈസ്. ഇപ്പോഴാണ് വെളിച്ചം കാണുന്നത്. ഇവിടെ എന്താ സംഭവം പറഞ്ഞാൽ വീൽ ചെയർസൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസ് ആണിത്, അല്ലാതെ ലഗേജ് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസ് അല്ല. ഇത് വീൽ ചെയറൊക്കെ വെക്കുന്നതിന് അവർ വീൽ ചെയർ വെക്കാനുള്ള സിസ്റ്റം ഒക്കെയാണ്, ലോക്ക് ചെയ്തിട്ടാണ് സിസ്റ്റം വെക്കുന്നത്. അത് വീൽ ചെയർ പാസഞ്ചേഴ്സിനുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ഒരാളിപ്പം അകത്ത് വന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് പോയി. പുള്ളി ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാണ്, പുള്ളിയാണ് വന്നിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ ചോദിക്കും. ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, വേറെ ഒന്നുമില്ല. ട്രെയിനിൽ കയറുമ്പോൾ ആരും ടിക്കറ്റ് ചോദിക്കത്തൊന്നുമില്ല, കയറി കഴിഞ്ഞത് ചോദിക്കുള്ളൂ. കൊള്ളാമല്ലോ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് വിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ. കണ്ടല്ലേ, വിജനമായിട്ടുള്ള സ്ഥലമായി. ഇവിടെ ഒരു പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. കണ്ടോ നോക്കി, ഒരു പുതിയ റെയിൽവേ പാളത്തിൻ്റെ പണി നടക്കുകയാണ്. അതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു പാലമൊക്കെ പണിയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു ഭയങ്കര സംഭവമല്ലേ. ഇതാണ് ഇവരുടെ ട്രെയിനിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇവരുടെ ട്രെയിനിലെ ടോയ്ലറ്റ്. ഇവർ ബാത്റൂം എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. ടോയ്ലറ്റിന് എനിക്കറിയത്തില്ല എന്താ പരിപാടി എന്നുള്ളത്. ഇതുണ്ട് ഫ്ലഷ്, ട്രാഷ്, ടിഷ്യൂ പേപ്പർ. പാരലൽ റൺ ഗൈസ്. അപ്പുറത്ത് വേറെ ഏതോ ട്രെയിൻ. നമ്മളിപ്പോൾ മറ്റേ ന്യൂജേഴ്സി സംസ്ഥാനത്തിൽ ന്യൂയോർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, എയർപോർട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് വിട്ടു. അപ്പോൾ അപ്പുറത്ത് വേറൊരു ട്രെയിൻ നമ്മൾ പാരലൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ആ ട്രെയിൻ പിന്നെയും കുറച്ചും കൂടെ മേനെയുണ്ട് കാണാനായിട്ട്. ഈ അതിൻ്റെ ഫ്രണ്ട് കണ്ടോ? ഞാനൊരു അരമണിക്കൂർ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. എണീറ്റ് നോക്കിയപ്പോഴത്തേക്കിനും നമ്മൾ ഫിലാഡൽഫിയ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മൾ ഫിലാഡൽഫിയ എത്തി. 1.5 മണിക്കൂർ. വലിയ ദൂരമൊന്നുമില്ല, ചെറിയ ദൂരമേ ഉള്ളൂ. പക്ഷേ എന്നാലും ബസ്സാണെങ്കിലും 2 മണിക്കൂർ കൊണ്ട് എടുക്കും, ട്രെയിന് 1.5 മണിക്കൂർ കൊണ്ട് എത്തി, അത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഫിലാഡൽഫിയ എത്തി ഗൈസ്. അയ്യോ, ഇതെന്നാ ട്രെയിനാണെന്നറിയോ? കാണാനൊരു ലുക്കും ഇല്ലാത്ത ട്രെയിൻ. ഷോടാ, എന്നാ ട്രെയിനല്ലേ. ഇവിടുത്തെ സ്റ്റേഷനാണെങ്കിലും പലതും ഇങ്ങനെ തന്നെയാണ്. ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണല്ല, ട്രെയിനാണ്. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തത്. കോമഡി എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനത്തെയാണ് പഴയത്. ലണ്ടൻ ട്യൂബ് പോലെ ഉണ്ട്. ആംട്രാക്ക് ട്രെയിൻ ഗൈസ്, ആംട്രാക്ക്. അങ്ങനെ ഫിലാഡൽഫിയ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി, ആൾക്കാരൊക്കെ കയറിപ്പോയി. ട്രെയിൻ ഇപ്പോൾ ഇടന്ന് പോയി. ഇത് വലിയ ട്രെയിനൊന്നുമല്ല, കൂടി ഇപ്പോൾ 1, 2, 3, 4, 5 കമ്പാർട്ട്മെൻറ്റോ അങ്ങാണ്ടേ ഉള്ളൂ. 5 കമ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള ഒരു ചെറിയ കുഞ്ഞ് ട്രെയിൻ, ഒരു ട്യൂബ് പോലത്തെ ട്രെയിൻ. അതെല്ലാം ഭയങ്കര ഒരു വെറൈറ്റി സാധനമായിരുന്നു. ജസ്റ്റ് നെവർ എക്സ്പെക്റ്റഡ്. കീസ്റ്റോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണത്, കീസ്റ്റോൺ. അപ്പോൾ ഇവിടെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഫോളോവർ ജെയ്സൺ എന്ന് പറയുന്ന ഒരാൾ വരും. സോ ഹി മൈറ്റ് ബി സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. ഊട്ടിയാ? അതെന്തിനാ ഒരു കൂട്ടിയെ ഓഫ് ചെയ്ത്? ഞാൻ എങ്ങനെ കയറിപ്പോ? ഇതും വെച്ചിട്ട് എങ്ങനെ കയറിപ്പോ? ആ, ഇത് ഓഫ് ചെയ്തതാ. ഞാൻ താങ്ക് യു പറഞ്ഞില്ലല്ലേ, അതുകൊണ്ട് താങ്ക് യു പറയാനായിട്ട്. അവർ ഓണാക്കി തന്നേല് ടിപ്പ് ചോദിക്കാത്ത ഭാഗ്യം. അയ്യോടാ, ഇത് അടിപൊളി സ്റ്റേഷനാണല്ലോ. പക്ഷെ എൻ്റെ അമ്മോ, ഇത് കിടിലൻ സ്റ്റേഷൻ. ഫിലാഡൽഫിയ റെയിൽവേ സ്റ്റേഷൻ. ഫിലാഡൽഫിയ എന്ന് പറയുന്നത് ഞാൻ പറയാം, കുറേ കാര്യങ്ങളുണ്ട്, പുറത്തിറങ്ങിയിട്ട് പറയാം. ഇവിടെ നിന്ന് എങ്ങോട്ടേക്കൊക്കെയോ പോകുന്ന കുറേ ട്രെയിനുകൾ. ഇത് എന്ത് ഹൈറ്റാണെന്നറിയോ ഈ സ്റ്റേഷന്? ഞാൻ ആ കടയിൽ നിന്നേ ഒരു കുപ്പി സോഡ വാങ്ങിച്ചു. അപ്പോൾ സോഡ വാങ്ങിച്ച് നമ്മൾ ബില്ല് കൊടുക്കാൻ പോകുമ്പം അതിൽ വേണം അതിൽ വരെ അവർ ചോദിക്കും, നിങ്ങൾക്ക് ടിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര % ടിപ്പ് ആഡ് ചെയ്യും. അതായത് $3 സോഡയ്ക്ക് $1, $2 ടിപ്പ് ചോദിക്കുമെന്ന് ഇവർ. നമുക്ക് കടയിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങിക്കുമ്പോഴത്തേക്കിനും ഞാൻ അങ്ങനെ ടിപ്പൊന്നും കൊടുക്കാറില്ല. കടയിൽ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ടിപ്പ് കൊടുക്കാമല്ലോ, അല്ലാണ്ട് ഇപ്പം എങ്ങനെ പരിപാടി. സോ ഇവിടെ പുറത്തിറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് വരാനാണ് പുള്ളി പറഞ്ഞത്. ജെയ്സൺ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫോളോവർ ആണ് ഇവിടെ ഉള്ളത്. സോ ലെറ്റ്സ് സീ വെയർ ഈസ് ജെയ്സൺ. ഹലോ, ഞാൻ ഇറങ്ങി. അവിടെ നേരെ ഫ്രണ്ട് നിൽപ്പുണ്ട്.
ഫ്രണ്ട് പോകണം. അപ്പം ഇങ്ങോട്ട് ലെഫ്റ്റ് നോക്കാമെങ്കിൽ വണ്ടി ഇവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാ ഇങ്ങോട്ട് വന്നാൽ മതിയോ? അതോ ടാക്സി വേയുടെ പുറത്തുള്ള ബേ, ടാക്സി ബേ അകത്തല്ലേ? ഓ ടാക്സി അവിടെ അല്ല, പിന്നെ ഇത് മെയിൻ, നിങ്ങൾ മെയിൻ ഇതിൽ വരണം. അയ്യോ അതെവിടാ? അത് തൊട്ട് ഫ്രണ്ടിലാ. ഇതിവിടെ വലിയൊരു ആർച്ച് പോലൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇതൊക്കെ? ആണോ? ഇവിടെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഞാൻ നോക്കട്ടെ. എനിക്കിവിടെ ആരമെക്സിന്റെ ബിൽഡിംഗ് കാണാം. ആരമെക്സിന്റെ ട്രെയിൻ പോകുന്ന കാണത്തില്ല. ആരമെക്സിന്റെ ബിൽഡിംഗ് കാണാം. പിന്നെ ഇവിടെ ടാക്സി വരുന്ന സ്ഥലം കാണാം. അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണാം. അല്ല അങ്ങോട്ട് വരണോ ഞാന്? ഇല്ല കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞെങ്കിൽ ഞാൻ അകത്തുകൂടെ കയറി വരണം തോന്നുന്നു. നോക്കട്ടെ എങ്ങനെയാന്ന് നോക്കട്ടെ. അല്ലല്ല ഓടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങോട്ട് വരാം. അല്ല അങ്ങോട്ട് നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ എന്നാ ശരി. ഈ ഫിലഡൽഫിയ എന്ന് പറയുന്നത് അമേരിക്കയുടെ ആദ്യത്തെ ക്യാപിറ്റലായിരുന്നു ഈ ഫിലഡൽഫിയ എന്ന് പറയുന്നത്. അമേരിക്കൻ ഹിസ്റ്ററിയിൽ കുറേ കാര്യങ്ങളുണ്ട് ഈ ഫിലഡൽഫിയയിൽ. ഞാൻ പറയാം. നമ്മുടെ ജെയ്സൺ എവിടെ? ജെയ്സനെ കാണുന്നില്ലല്ലോ. ഈ ഫിലഡൽഫിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ആദ്യത്തെ ക്യാപിറ്റലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് മാത്രമല്ല ഇവരുടെ അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തത് ഇവിടെയാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്തത് ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഹാളിൽ വെച്ചിട്ടാണ് ഇവരുടെ സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്തത്. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അമേരിക്കയിലെ ആദ്യത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയും കൂടിയാണ് ഫിലഡൽഫിയ എന്ന് പറയുന്നത്. അമേരിക്കൻ ഡെമോക്രസിയുടെ ബർത്ത് പ്ലേസ് ആണ് ഫിലഡൽഫിയ എന്ന് പറയുന്നത്. അതാണ് ഫിലഡൽഫിയയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. 1790 മുതൽ 1800 കാലഘട്ടം വരെ US കോൺഗ്രസിൻ്റെ തലസ്ഥാനമായിരുന്നു ഫിലഡൽഫിയ എന്ന് പറയുന്നത്. കണ്ടോ? നമ്മൾ ചെയ്തത് ഇങ്ങനെ ചെയ്യണം. അതാണ് മാന്യത എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, ഒരാൾ ഡോറ് തുറക്കുമ്പോഴത്തേക്കിനും ആ ഡോറ് പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരാൾ ഡോറ് തുറക്കുമ്പം പുറകിലൊരാൾ വരുമ്പോഴത്തേക്കിനും ആ ഡോറ് പിടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നതും ഒരു മാനറിസത്തിൻ്റെ ഒരു കാര്യമാണ്. ജെയ്സണിവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്ന് പറയുന്നതായിരുന്നു. സോ നമ്മളിപ്പോൾ അവിടെ ഇപ്പുറത്തെ സിറ്റിൻ്റെ അവിടത്തെ. സോ വി സി വേർ ഈസ് ഇറ്റ്. ഹായ്, നിങ്ങളാണോ ജെയ്സൺ? നൈസ് ടു മീറ്റ് യു. ഹൗ ആർ യു? ഇതൊരു മെയിൻ ഒരു ഐക്കോണിക് പ്ലേസാ. അടിപൊളി സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ഞാനിതിന്റെ അപ്പുറത്ത് പോയിട്ട് തന്നെ കിളി പോയി നിൽക്കുകയായിരുന്നു. ഇതാണ് മെയിൻ സാധനം. ഓ ഇത് ഗംഭീര സ്ഥലമാണല്ലോ, കിടിലം ബിൽഡിംഗ് ആണല്ലോ. ഭയങ്കര ബിൽഡിംഗ്. ഇവിടെ മൊത്തം അടിപൊളി സെറ്റപ്പുകളാന്ന് തോന്നുന്നല്ലേ? ഇപ്പോഴും നടന്നോണ്ടിരിക്കുക. ഇമ്പ്രൂവ്മെന്റ് ആക്കിക്കൊണ്ടിരിക്കുക. അത് ശരി, വെരി ഗുഡ്. യാത്ര അടിപൊളി. ന്യൂയോർക്കിലെ അസലക്കകത്താണോ വന്നേ? അല്ല, ഏതോ ഒരു പഴയ കൂതറ ട്രെയിൻ. അതിന് എത്ര റേറ്റ് എന്നറിയോ? അതിനാണ്ട് $200 എങ്ങാണ്ടായിരുന്നു. ഇത് $30 ഉള്ളൂ. പക്ഷെ എന്റെ മോനെ, ഞാൻ ആ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നു. ഇത് കണ്ടാ? ഇത് എന്തോന്നടേ, ഇത് നമ്മുടെ പാർലമെന്റ് മന്ദിരം പോലെ ഉണ്ട് ഇതിന്റെ ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട്. അടിപൊളി അല്ല? നമ്മുടെ പാർലമെന്റ് മന്ദിരം നല്ല ക്ലാസ് ആണ് അല്ല? ഇതും ക്ലാസ് ആണ്. ഞാനൊരു ഉപമയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്തുവാ അല്ലേ ഇത്? അപാര കൺസ്ട്രക്ഷൻ. ഇത് പുതിയതാണോ പഴയതാണോ എന്ന് മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നു. വളരെ പുത്തൻ രീതിയിൽ അടിപൊളിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റേഷൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ ഇങ്ങനെ ഒരു അമേരിക്കൻ ഫ്ലാഗ്സ് ഇങ്ങനെ കൊടി ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് കാണുമ്പോഴത്തേക്കിനും അതും ഒരു പ്രത്യേക ഫീൽ തന്നെ അല്ലേ? എന്താ പരിപാടി? നമുക്ക് ഇവിടെ പോയാലോ? എവിടെ? ഇവിടുത്തെ ഒരു ഐക്കോണിക് പ്ലേസ് ഉണ്ട്. ഈ ഫിലഡൽഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫുഡ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീസ് സ്റ്റേക്ക്. ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ എനിക്കിപ്പോ വയറിൽ സ്ഥലമില്ല. കാരണം ഞാൻ ന്യൂയോർക്കിൽ നിന്ന് 2 വലിയ സ്ലൈസ് പിസ്സ കഴിച്ചായിരുന്നു. അവിടെ പിസ്സ ആണെങ്കിൽ ഇവിടെ ചീസ് സ്റ്റേക്ക്. നമുക്ക് നാളെ കഴിക്കാം. നാളെ സമയമുണ്ടല്ലോ? നാളെ സമയമുണ്ട്. അപ്പൊ ഈ ഈവനിങ്ങിൽ ആ വ്യൂ, അവിടെ 2 കടകളാ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പൊ അത് അവിടെ ഇവിടെ അടുത്ത 15 മിനിറ്റ്. ചീസ് സ്റ്റേക്ക് അങ്ങനെയാണോ പറഞ്ഞാൽ? ചീസ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ റിബായ് എന്ന് പറയും. റിബായുടെ സ്ലൈസ് ചെയ്തിട്ട് റോൾ ആയിട്ട് തരും. റോളായിട്ട് കിട്ടുന്നുണ്ട്, റോ ആയിട്ട് കിട്ടുന്നുണ്ട്, സ്ലൈസ് ചെയ്ത് കിട്ടുന്നുണ്ട്, പല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇത് രണ്ടും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച്. ഇവിടെ ഇത് രണ്ടും ഇതിന്റെ ഫേമസ് കടകളാണ് അല്ലേ? ഫേമസ് ആണ്. പക്ഷെ ഇതല്ല ബെസ്റ്റ്. ഇത് ടൂറിസ്റ്റുകൾക്ക് കഴിക്കുന്ന അങ്ങനെയുള്ള നമുക്ക് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ 20 മിനിറ്റ്സ് പാർക്ക് ചെയ്യാം. വെരി ഗുഡ്. ഫിലഡൽഫിയയിൽ വന്നു കഴിഞ്ഞാൽ ചീസ് സ്റ്റേക്ക്, ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ മറ്റേ ന്യൂയോർക്ക് പിസ്സ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. ജിനോസ് സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് കടകളാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡും പരിപാടികളൊക്കെ ആണല്ലോ മൊത്തത്തിൽ. ഉള്ളതല്ലേ? നല്ല തിരക്കുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ജിനോസ് സ്റ്റേക്ക് 39 തുടങ്ങിയതാണോ? 39. ഫൗണ്ടർ ഓഫ് ജിനോസ് സ്റ്റേക്ക്. സോ എന്താണ് ഇവിടുത്തെ
മെയിൻ സംഭവം എന്ന് പറയുന്നത് ചീസ് സ്റ്റേക്ക് പിസ്സ സ്റ്റേക്ക് മഷ്റൂം ചീസ് സ്റ്റേക്ക് എന്ന് പറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് വാങ്ങിച്ച് ഇവിടെ വരിക, ഫ്രൈയും പെപ്സി എല്ലാ സാധനം കൂടെ അടിച്ച്. കച്ചപ്പ് മയണൈസ് ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ ഒത്തന്റിക് അല്ല. ഒത്തന്റിക് എന്ന് പറഞ്ഞാൽ ചീസ് സ്റ്റേക്ക്, ഫ്രൈഡ് ഓണിയൻസ്, ബ്രെഡ്, ചീസ്, അത്രേ ഉള്ളൂ. അതാണ് നമ്പർ 1. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലറാ. ഇങ്ങനെ എത്ര കടകളുണ്ടെന്ന് അറിയാം. ഭയങ്കര കടകൾ, ഇഷ്ടം പോലെ കടകളുണ്ട്. പക്ഷെ ഇതല്ല ബെസ്റ്റ് വേറെ ഉണ്ട്. ബെസ്റ്റ് ഇഷ്ടം പോലെ. Can I get a 2 cheese steak with? Cheese whiz? With and fried onions. 2 of them, alright? 32 dollars. Huh? 2, right? 2 of them, yeah. 2 whiz with $32 dollars. റിബൈ ആണ്. ശരിക്കും ഇത് മറ്റേ കഷ്ണം തന്നെ അല്ലേ? തന്നെ അത് ചീസ് അടിപൊളിയാക്കി ഇങ്ങനെ ആക്കി. ഇവര് സ്ലാപ്പ് ചെയ്യത്തില്ല, ഇങ്ങനെ ചോപ്പ് ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെ തന്നെ അതിനകത്ത് വെച്ച് അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്ത് തരുക. ഇത് അങ്ങനെ ഓവർ കുക്ക്ഡ് ഒന്നും അല്ല, ഒരു മീഡിയം കുക്ക്ഡ് സാധനമായിരിക്കും. ഓവർ കുക്ക് ചെയ്യത്തില്ല ബീഫ് ഒന്നും കൂടെ. ഒണിയൻ, വൈറ്റ് ഒണിയൻ വെച്ചിട്ടുണ്ട്. വൈറ്റ് ഒണിയൻ ഇടും. കാർമലൈസ്ഡ് ഒണിയൻ. ഇത് പോർക്കാന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ല, എല്ലാം ബീഫാ. ബീഫ് തന്നെ, എല്ലാം ബീഫ്. ബീഫ്. അത് ബീഫ്. ഇത് റിബൈ, അതിന്റെ റിബൈ വെന്ത് വരുമ്പോഴാണ് ഇപ്പുറത്ത് വരുന്നത്. അവിടെ എന്താ പരിപാടി? അവിടെ കളിയാണ് പിള്ളേര്. നമുക്ക് ഫുള്ള് അകത്ത് നടക്കുന്ന പരിപാടികൾ മൊത്തം പുറത്ത് ഇവിടെ കാണാം. അത്തരത്തിലാണ് ഈ ഒരു ഷോപ്പ് വെച്ചിരിക്കുന്നത്. ഇത്രോടൊന്ന് കിട്ടിയോ? ഇവരുടെ ബ്രാൻഡ് ചെയ്ത ഹൂഡീസും ടീഷർട്ട്സും തൊപ്പിയും അങ്ങനെ പല സംഭവങ്ങളും വെക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം? ഇവിടുത്തെ പല ടീമുകളുടെയാണ്, പോലീസിന്റെയും ഇങ്ങനെ അവരുടെ എന്ത് ടീം? പല ടീമിന്റെയും പോലീസുകാരുടെയും പല ഇതിന്റെ ടീം. ഇത് കിട്ടില്ല നമ്മുടെ ബാഡ്ജ് കിട്ടത്തില്ലേ? അത് ശരി, ഓക്കെ. അത് എന്ത് ടീമാ? എന്ത് കളിക്കുന്ന ടീമോ? പല പോലീസ്. സ്റ്റേഷൻ. അത് ശരി, എന്തോരം പോലീസാ? ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലാകെ ഒറ്റ പോലീസല്ലേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു സംസ്ഥാനത്ത് തന്നെ പല ടൈപ്പ് പോലീസുകളുണ്ട് ഇവിടെ. അകത്ത് കൊണ്ട് വെച്ചിരിക്കുന്ന ഇവിടെ വന്ന സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ ആയിരിക്കും അല്ലേ? ഇവിടെ കോണ്ടിമെന്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഹോട്ട് സോസ്, മസ്റ്റാർഡ്, കെച്ചപ്പ്, റെലിഷ്, പിന്നെ ഷെറി പെപ്പേഴ്സ് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുട്പാത്ത് പോലത്തെ ഒരു സ്ഥലമാണ് ഇത്. മൊത്തം ഈ ഒരു കടയുടെ സീറ്റിംഗ് ഏരിയ ആണ്. ജിനോസ് സ്റ്റേക്ക് പല ആൾക്കാരുണ്ട്. ഇത് ഭയങ്കര ഹെവി. ഇവരുടെ ഫുഡ് എല്ലാം ഭയങ്കര ഹെവിയാണ് ബ്രോ. ഇതിന്റെ കുറച്ചെടുത്താൽ മതി. എനിക്കൊരു ചെറിയ കഷ്ണം മതി. സ്മോൾ പീസ് 1/3. യെസ്. നിങ്ങളെ വീട്ടിലും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ കഴിക്കണ്ടേ? ഇതാണ് സാധനം. അപ്പൊ ഇതാണ് അതിന്റെ ചീസ് സ്റ്റേക്ക്. അപ്പൊ ചിയേഴ്സ്. അടിപൊളി. വീടിച്ചാണല്ലോ, സൂപ്പറാണ്. സൂപ്പർ ടേസ്റ്റ് അല്ലേ? റാഫിയുടെ നമ്പർ 1 സാധനം ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും ജ്യൂസിയാണ്. ഒന്നാമത് ആ സ്റ്റേക്കിന്റെ ജ്യൂസ് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഇട്ടിരിക്കുന്ന സോസ് എൻ്റെ അമ്മോ കീടിലും വേണ്ടി. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കാൻ നേരം ഇവിടെ ഒന്നാണേ മോനെ പൊളിച്ച് അതിന് ടയർ നോക്കി. നമ്മുടെ പഴയ ജീപ്പില്ലേ, ഹൈ റേഞ്ചിലൊക്കെ ഉള്ള ജീപ്പ്, ആ സെയിം ജീപ്പ് തന്നെയാണ്. അത് ടയറൊക്കെ ഇട്ടിട്ട് നൈസ് വാക്ക് ബ്രോ, സൂപ്പർ നൈസ് വാക്ക്. അവര് നല്ല അടിപൊളിയായിട്ട് ആന്നേ. അത് എന്ത് ഹൈറ്റ് ആണ്. മുമ്പിൽ വിഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇതാണ് നിങ്ങളെ വീട്. 98 Ross Road. 98 Ross Road. ROSS. അത് ശരി, ഓക്കെ. നിങ്ങളപ്പോ എത്ര ഇവിടെ 20 വർഷമായില്ല താമസം? ഇവിടെ 13 എന്ന് പറയുമ്പം 10 വർഷം, 12 വർഷം. ചീസ് കേക്ക് എടുത്തോ? അല്ല, ചീസ് കേക്ക് എടുത്തില്ലല്ലോ, ഫുഡ് എടുത്തില്ലല്ലോ. ഹായ്, ഹൗ ആർ യു? സോ വി ഹാവ് ബോട്ട് സം ചീസ് സ്റ്റേക്സ് ഫോർ യു ഗൈസ്. ആ ഫോൺ വിളിച്ചപ്പോഴത്തേക്കിന് ഞങ്ങൾ എവിടെ പോവാ? ചീസ് സ്റ്റേക്ക് കഴിക്കാൻ പോവാ. അപ്പം ഇപ്പം എന്തിനാ ചീസ് സ്റ്റേക്ക് കഴിക്കാൻ പോകുന്നത്? ഇവിടെ അല്ല, ഇപ്പം എന്തിനാ ചീസ് സ്റ്റേക്ക് കഴിക്കാൻ പോകുന്നത്? വീട്ടിൽ ഫുഡില്ലേ? നോ, വിൽ ഗെറ്റ് സംതിങ് ഫോർ യു. ആണോ? എന്നാ ഓക്കെ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ ഫോൺ വെച്ചു. യെസ്. ഹായ്, ഹലോ. ഹായ്, നമസ്കാരം. ആണോ? അത് ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി. ഹായ്, നമസ്കാരം. ബിനു ചേട്ടൻ അല്ലേ? ബിനു, നമസ്കാരം. നിങ്ങൾ എവിടെ നാട്ടില്? പുനലൂരാണ് ആണോ? ആക്ച്വൽ വീട്. ആഹാ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി?
ഇവിടെ 22 വർഷം. 22 വർഷം. വെരി ഗുഡ്. അല്ല ഞങ്ങൾ വെറുതെ കഥ പറയുക. അതാണ് എൻ്റെ ഒരു വൈഫ്. ഒരു വൈഫ്. അപ്പൊ എത്ര വൈഫുണ്ട്? ഒന്നേ ഉള്ളൂ. പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതേ ഉള്ളൂ. പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതേ ഉള്ളൂ. അത് ശരി. പിന്നെ വേറെ കാര്യമുണ്ട്. ഒറ്റ മോനും ഉറങ്ങട്ടെ, കുഴപ്പമില്ല. കോളേജിൽ ഇപ്പൊ ആദ്യമായിട്ട് പോയിട്ട് വന്നേ ഉള്ളൂ. ആ കോളേജ് ഇവിടെ തന്നെ കിട്ടിയോ? ഹായ്, ഹൗ ആർ യു? നൈസ് ടു മീറ്റ് യു. യു ആർ ഇൻ കോളേജ്? വെരി ഗുഡ്. വന്നിറങ്ങിയില്ലേ 30th തൊട്ടപ്പുറത്താ ഡ്രഗ്സ്. ഓക്കെ. 2.5 മണിക്കൂർ എടുത്ത് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഞാനോ 1 മണിക്കൂർ എടുത്ത് പോയി പിക്ക് ചെയ്യാനായിട്ട്. ന്യൂയോർക്കിൽ പോയിട്ട് വരുന്നത്. ഫസ്റ്റ് ഡേ ആയിരുന്നോ? ഫസ്റ്റ് വീക്ക്. ഓക്കെ, വെരി ഗുഡ്. അവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇന്ന് പിക്ക് ചെയ്തോണ്ട് വന്നതാണ്. ഇവരവിടെ നിൽക്കാണോ? ഹോസ്റ്റലാണോ? 14 മണിക്കൂർ പിന്നെ ഇതിനകത്ത് സ്മോക്കറിനകത്ത് വെച്ചതാ. ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് കൂളറിനകത്ത് വെച്ചിട്ടാണ് അത് തണുപ്പിക്കുന്നത്. ഇങ്ങോട്ട് എടുക്കുക, ജ്യൂസി ആയിട്ട് ഇരിക്കുവല്ല. കണ്ടോ ജ്യൂസ് ഇറങ്ങുന്നത്. ഇത് ഇതേപോലെ കഴിക്കും? ഇല്ലില്ല, ഇപ്പം വെയിറ്റ് ചെയ്യും. ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് തരും. നിങ്ങൾ ഒരു പീസ് അങ്ങോട്ട് കഴിക്കണം. Look at that. ഒരു കൊച്ചു പീസ്. Juicy. Look at that. അടിപൊളി. എന്നിട്ട് ഇതിനകത്ത് കട്ട് ചെയ്ത് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒരു പകുതിയാക്കും. അതിന്റെ സ്മോക്ക് അതിനകത്ത്, സ്മോക്കി ഫ്ലേവർ അതിനകത്ത്. ഓക്കെ, എന്നിട്ട് ഓക്കെ നൈസ്. ഇതിന്റെ മേളില് ഇച്ചിരി കല്ലുപ്പ് ഇടത്തണം. അങ്ങനെ എടുക്കാം, നല്ല വേണ്ടേ? ഇതാണോ ടേസ്റ്റ്? എന്നിട്ട് നല്ല എന്താ പറയാ, എന്തിനു പറഞ്ഞേ, നല്ല അടിപൊളി മറ്റേ ഇതും വേണം. ടൈംസ് ഒക്കെ ഇട്ട ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രീൻ സലാഡ് കിട്ടും. അത് തന്നെ. എനിക്ക് മനസ്സിലായി. അത് പിന്നെ നമ്മുടെ ഫിലെ മിനിയൻ പോലുള്ള സാധനത്തിനാണ് വരുന്നത്. ഇത് ബ്രിസ്ക്കറ്റ് ആകുമ്പോ ഇത് അതായിട്ടാ കഴിക്കുന്നത്. കല്ലുപ്പ് കല്ലുപ്പ് അടിച്ചു താർത്തു. അങ്ങനെയാണ്. മതി. ഇവിടെ രാത്രിയിൽ ഒരു ഹോം പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് വിനിച്ചേട്ടൻ്റെ വീട്ടിൽ. അതാണ് ഇവിടെ എല്ലാവരും കൂടെ ഉള്ളത്. ഇങ്ങനെയൊക്കെയാണല്ലോ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക്. ഇവർ പ്രവാസികളല്ല, ഇവരൊക്കെ അമേരിക്കക്കാരാണ് എല്ലാവരും. പക്ഷേ എന്നാലും പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇവരുടെയൊക്കെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് നാടും മറ്റുമൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാർ, ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ്. മലയാളം പാട്ടൊക്കെ പാടി അവിടെ എല്ലാവരും കൂടെ ആസ്വദിക്കുന്നുണ്ടല്ലേ. വിനിച്ചേട്ടൻ്റെ വീടാണിത്. ഷിബിംബിളൊക്കെ ഉണ്ട് ഇവിടെ. സെറ്റപ്പ് അല്ലേ? അടിപൊളി. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ജയ്സൺ